ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 3 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയും മനുഷ്യാവകാശങ്ങളും. ദ ഫ്രെയിമേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെയർ വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഗ്യാരണ്ടീഡ് മെനി ഓഫ് ദോസ് റൈറ്റ്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 3 ആൻഡ് പാർട്ട് 4. though separate, carry the common theme of human rights. When human rights are guaranteed by a written constitution, they are known as fundamental rights. Fundamental rights are the modern name for what has been traditionally known as natural rights. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിന് മനുഷ്യാവകാശങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പാർട്ട് 3, 4 വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്നതിന് ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ സഹായിക്കുന്നു. മൗലിക അവകാശങ്ങൾ എന്നത് പുതിയ പേരാണ്. ഇതിനെ പാരമ്പര്യമായി നാച്ചുറൽ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഡീൽഡ് ഇൻ പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, while directive principles of state policy are in part 4 in the constitution. While civil and political rights have been incorporated in the part 3 of the constitution, economic, social and cultural rights have been incorporated in part 4 of the constitution. അതായത് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ 3-ാം ഭാഗത്തിലാണ് പറയുന്നത്. പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് പാർട്ട് 4-ലാണ്. പിന്നെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, പൗരൻ്റെ അവകാശങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ചും പറയുന്നത് പാർട്ട് 3-ലാണ്. പിന്നെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, അതായത് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നത് പാർട്ട് 4-ലാണ് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സമയത്ത് തന്നെയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനവും നടന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശവും ഭരണഘടനയിലെ അവകാശങ്ങളും പരസ്പരം ബന്ധമുള്ളവയാണ്. Preamble of the Constitution. The preamble of the Constitution also explains the nature of Indian Constitution and that states it upholds the dignity and rights of the people. The preamble reads like this: We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure it all citizens, justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and to give to ourselves this Constitution. In the preamble, we can see it declares supremacy and sovereignty of the people and establishes a democratic, secular, socialistic republic. The Constitution ensures justice for all. It provides liberty, equality and protecting the dignity of the people. Equality of status and opportunity is secured by abolishing all kinds of discrimination. The preamble also promises that all individuals have dignity, which is an important human right, and there is no high or low individual. It promises fraternity, which is very necessary for a peaceful, prosperous social life. Thus, the preamble itself is the basic root of all rights and justice. ഭരണഘടനയുടെ ആമുഖം എന്നാണ് പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിൻ്റെ മീനിങ്. ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളിലൂടെയാണ്.
ഒറ്റ വാചകത്തിലുള്ള ഒന്നാണ് ഈ ആമുഖമെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയായി ഈ ആമുഖം പരിഗണിക്കപ്പെടുന്നു. മതേതരം അഥവാ സെക്യുലർ എന്ന വാക്ക് 42ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം 1976 കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഭരണഘടനയുടെ ആമുഖം അതിൻ്റെ ശില്പികളുടെ മനസ്സിൻ്റെ താക്കോലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ വ്യവസ്ഥകളുടെ അർത്ഥവ്യാപ്തി മനസ്സിലാക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളായ തത്വങ്ങൾ മനസ്സിലാക്കാനും ആ ആമുഖത്തിനുള്ള സ്ഥാനം ചെറുതല്ല. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു എഴുതിയത് ഇങ്ങനെയാണ് അതിൻ്റെ ആമുഖം എന്ന് പറയുന്നത്. നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടന സഭയിൽ വെച്ച് 1949 നവംബറിൻ്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് മുൻപ് പറഞ്ഞ പോലെ തന്നെ ജവഹർലാൽ നെഹ്റു എഴുതിയ ആമുഖമാണ് ഇതിനകത്ത് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ ആർ എന്യൂമറേറ്റഡ് ഇൻ ദ പാർട്ട് 3 ആൻഡ് പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 3 മെൻഷൻസ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, whereas the part 4 mention the social, economic and cultural rights എന്ന് പറയുന്നു. ഇനിയും there are 6 categories of fundamental rights. They are right to equality, Article 14 to 18, right to freedom, Article 19 to 22, right against exploitation, Article 23 and 24, right to religion, Article 25 to 28, cultural and educational rights, Article 29 and 30, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. അതായത് ഭരണഘടന 6 ഇനങ്ങളായിട്ട് മൗലികാവകാശങ്ങൾ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, 6 മൗലിക അവകാശങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശം. ഇത്രയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് സമത്വത്തിനുള്ള, എല്ലാ സ്ഥലങ്ങളിലുമുള്ള സമത്വത്തിനുള്ള തൊഴിൽ സമത്വം, പിന്നെ തൊഴിലിടങ്ങളിലും മതം ജാതി വിവേചനങ്ങൾ പാടില്ല, അങ്ങനെ പിന്നെ തൊട്ടുകൂടായ്മ, അങ്ങനെ ഒരാളെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അങ്ങനത്തെ ഒന്നും പാടില്ല. അതാണ് സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്രീഡം എന്ന് പറയുന്നത്, റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, രാജ്യത്തിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം. പിന്നെ പ്രധാനപ്പെട്ടത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം തുടങ്ങിയവയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് എഗനസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം എന്ന് പറയുന്നത്. ചൂഷണത്തിനെതിരെ എന്ന് പറഞ്ഞാൽ നിർബന്ധിത വേല, ബാലവേല തുടങ്ങിയവയെ നമുക്ക് റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷനകത്ത് പറയാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് റൈറ്റ് ടു റിലീജിയൻ, അതായത് മതസ്വാതന്ത്ര്യം, ഏത് മതത്തിൽ വിശ്വസിക്കാനും അതിൻ്റെ അനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്,
അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ സ്വാതന്ത്ര്യം, എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യണം, എവിടെ ഏത് രീതിയിലായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അവകാശങ്ങളാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയും. പിന്നെ അത് മൗലിക അവകാശങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശമാണ്. റിട്ട് അതിന് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ റിട്ടുകൾ എന്നാണ് പറയുന്നത്. റിട്ടുകളെന്ന് പറയുന്നത് 5 തരത്തിലുള്ള റിട്ടുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കോ വാറൻറ്റോ, പിന്നെ പ്രൊഹിബിഷൻ. അങ്ങനെ 5 തരം റിട്ടുകളാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ടിൽ പറയുന്നത് അന്യായമായി തടഞ്ഞു വെച്ചയാളെ മോചിപ്പിക്കാൻ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിച്ചുകൊണ്ട് പിന്നെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നൽകുന്ന കൽപ്പനയെ നമ്മൾ മാൻഡമസ് റിട്ട് എന്ന് പറയുന്നു. പിന്നെ കോ വാറൻറ്റോ എന്ന് പറഞ്ഞാൽ അത് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടയാനോ പദവി ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കാനോ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറൻറ്റോ എന്ന് പറയുന്നത്. പിന്നെ സെർഷ്യോററി എന്ന് പറഞ്ഞാൽ അധികാര അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കീഴ്ക്കോടതിയിൽ നിന്ന് കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് കൽപ്പിക്കുന്ന റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് പ്രൊഹിബിഷൻ, അതായത് കീഴ്ക്കോടതികൾ അധികാര അതിർത്തി ലംഘിക്കുന്നതും നീതി നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതും തടയാനുള്ള പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. The directive principles of state policy are ideals, directions and rights aimed at establishing an economic and social democracy which is pledged in the preamble of the Constitution. The idea of directive principles of state policy borrowed from the Irish Constitution. It sets out the ideals and objectives related with the social, economic and cultural upliftment. Then these rights can be classified into 3 categories: directives in the nature of ideals of the state, directives shaping the policy of the state, non-justiciable റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഇത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചത്. ഒരു ക്ഷേമരാഷ്ട്രമായി ഇന്ത്യയെ ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് പറയുന്നത്. ഇതിൽ ഗാന്ധിയൻ, ലിബറൽ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനകത്ത് കാറ്റഗറീസിനകത്ത് മെയിനായിട്ട് പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് ഒരു സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് നിർദ്ദേശം ഉണ്ട്. പിന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളൊരു കാര്യം പറയുന്നു. പിന്നെ സാമ്പത്തിക ചൂഷണം തടയുന്നതിന്, പിന്നെ തൊഴിലിനുള്ള അവകാശങ്ങൾക്ക്, അതുപോലെ തന്നെ കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസവും സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അതൊക്കെയാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നതിൽ പറയുന്നത്. അതിനകത്ത് 3 കാറ്റഗറിയിൽ പെടുന്നതിൽ ഡയറക്റ്റീവ്സ് in the nature of ideal of the state, directives shaping the policy of the state, non-justiciable rights of the citizen. ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഇതിനുള്ളത്.
Acts on Human Rights, Right to Information Act. It was one of the most important legislation passed by the Indian Parliament in 2005. It is considered important to the people's participation and empowerment in democracy. Today, right to information is a basic right of the people. The Right to Information Act (RTI) is an act of the Parliament of India to provide for setting out the practical regime of right to information for citizens. ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005-ലാണ്. പിന്നെ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളെ വിശദമായി അന്വേഷിച്ചറിയുന്നതിന് നിയമപരമായി വിവരാവകാശ കമ്മീഷനിൽ പരാതിപ്പെടാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭരണക്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും ഒക്കെ ആവശ്യം ഉള്ള അവകാശം ഓരോ പൗരനും ഉണ്ട്. അതിനു വേണ്ടി വിവരാവകാശത്തിൽ നമുക്ക് പരാതിപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഏജൻസികളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.